ഇന്ന് നമ്മൾ പനീർ കറി ഉണ്ടാക്കാൻ പോവുക. അതിനാവശ്യമുള്ള സാധനങ്ങൾ: ഓനിയൻ, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി. ഓനിയനും തക്കാളിയും ഉള്ളിയും തക്കാളിയും നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് നമ്മൾ വച്ചേക്കുക. ഇതിന് പനീർ കറി ഉണ്ടാക്കാൻ നമുക്ക് ആവശ്യമുള്ള പനീർ എടുക്കണം. അത് ചെറിയ ക്യൂബായിട്ട് കട്ട് ചെയ്ത് വച്ചേക്കുന്നുണ്ട്. ഒരു 5 കാഷ്യൂനട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു പാൻ എടുത്തിട്ട് അതിൽ വെളിച്ചെണ്ണ, കോക്കനട്ട് ഓയിൽ നമ്മൾ ഒഴിക്കുന്നുണ്ട്. ഈ എണ്ണ ചൂടായതിന് ശേഷം അതിൽ കുറച്ച് കടുക് നമ്മൾ ഇടണം. കടുക് പൊട്ടി വന്നതിന് ശേഷം കടുക് നല്ലവണ്ണം പൊട്ടിയതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില നമ്മളിടാം. കറിവേപ്പില ഇട്ടിട്ട് ഈ കടുകും കറിവേപ്പിലയും ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ പനീർ, ആ ക്യൂബായിട്ട് ആ പനീർ നമ്മൾ ഇതിൽ ആഡ് ചെയ്യുക. പനീർ നമ്മൾ ചേർക്കുന്നുണ്ട്. പനീർ ചേർത്ത് നമ്മൾ പനീർ ഒന്ന് ലൈറ്റായിട്ട് ഒരു കളർ ചേഞ്ച് ആകുന്നത് വരെ നമ്മൾ ചൂടാക്കിയിട്ട് നമ്മളത് കോരി വേറെ ഒരു ബൗളിൽ നമ്മൾ മാറ്റണം. ഈ പനീർ നമ്മൾ ലൈറ്റ് ഒരു കളർ ചേഞ്ച് ആയതിനു ശേഷം ഇത് വേറെ ഒരു ബൗളിൽ മാറ്റിയിട്ട് അതേ ഓയിലിൽ നമുക്ക് ഓനിയൻ, നമ്മൾ കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഓനിയൻ നമ്മളിടാം. ഓനിയൻ ഇട്ടേച്ച് ഓനിയനാണെങ്കിൽ ലൈറ്റായിട്ട് ഒരു കളർ ചേഞ്ചായി വരുന്നത് വരെ നമുക്കതൊന്ന് വഴറ്റി കൊടുക്കാം. ഓനിയനാണെങ്കിൽ കുറച്ച് വഴണ്ട് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പിടാം. ഞാനിതിൽ ഉപ്പിൻ്റെ കളർ കുറച്ച് ചേഞ്ചായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതെന്നാന്ന് വെച്ചാൽ കടലിൽ നിന്ന് എടുക്കുന്ന ഒരു നല്ല ഉപ്പ് എന്നാണ് പറയുന്നത്. ഞാൻ മേടിക്കുന്നത് വൈറ്റ് ഉപ്പല്ല, കുറച്ച് കളർ ചേഞ്ചായി ഒരു അഴുക്കിൻ്റെ കളറിലിരിക്കും. നല്ല ഉപ്പായത്. ഇത് എല്ലാ സ്ഥലങ്ങൾക്കും കിട്ടുമോയെന്ന് അറിയത്തില്ല. ഇല്ലാത്തവർ സാധാരണ ഉപ്പ് യൂസ് ചെയ്താൽ മതി. ഇപ്പം ഓനിയൻ വഴണ്ട് വന്നതിന് ശേഷം വെളുത്തുള്ളിയും ഇഞ്ചിയും ഞാൻ അതിലിടുന്നുണ്ട്. ഇട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റുന്നുണ്ട്. ഇത് കുറച്ച് വഴണ്ട് വന്ന ഉടനെ ഇതിൽ നമുക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന തക്കാളി നമ്മൾ ഇടാൻ പോകുന്നുണ്ട്. നമ്മൾ ഒരു തക്കാളി ഞാൻ എടുക്കുന്നില്ല. ആ ഒരു തക്കാളിയുടെ പകുതി തക്കാളിയാണ് എടുക്കുന്നത്. ഒരു ചെറിയ തക്കാളിയാണ്, പകുതി തക്കാളി എടുക്കുന്നുണ്ട്. അത് വഴട്ടുക. ഒത്തിരി തക്കാളി ഒരു തക്കാളി ഫുൾ എടുത്തിടുകയാണെങ്കിൽ നമുക്ക് പുളിയുടെ ചുവ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ഉണ്ടാകത്തില്ല, ടേസ്റ്റ് കുറവായിരിക്കും, പുളി ഫ്രണ്ടിൽ നിൽക്കും. ഇപ്പം നമുക്ക് അത് കുറച്ച് വഴണ്ട് വന്നതിന് ശേഷം നമ്മൾ മല്ലിപ്പൊടി ഇടുക. മല്ലിപ്പൊടി ഇട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ മല്ലിപ്പൊടി ഇട്ടതിന് ശേഷം നമ്മൾ ചൂടാക്കാൻ. അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. മല്ലിപ്പൊടിയുടെ ചുവ മാറും, ടേസ്റ്റ് മാറും. നമ്മൾ മല്ലിപ്പൊടി ഇടുക. അത് ജസ്റ്റ് ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ മുളക് പൊടി ഇടാം. മല്ലിപ്പൊടി ഞാൻ 1 സ്പൂണാണ് ഇട്ടത്. ഇപ്പം ഞാൻ മുളക് പൊടിയും ഒരു 1/2 സ്പൂൺ ഇടുക. നമുക്ക് എരിവിനനുസരിച്ച് നമ്മളിടാം. എനിക്ക് ഇച്ചിരി എരിവ് ഞാൻ കുറച്ചാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ 1/2 സ്പൂണേ ഇട്ടുള്ളൂ. നമുക്ക് എരിവ് ആവശ്യത്തിന് എങ്ങനെ എരിവ് ചേർക്കുന്നോ ഓരോരുത്തർ അതിൻ്റെ ആവശ്യം അനുസരിച്ച് നമുക്ക് എരിവിടാം. ഇത് മുളക് പൊടി ചൂടായി വന്നതിന് ശേഷം കുറച്ച് ഗരം മസാല ഇടാം. ഒരു 1/4 സ്പൂണ് ഗരം മസാലയാണ് ഇടുന്നത്. ഒത്തിരി ഗരം മസാല ഇട്ടാൽ കുത്തുന്ന ഒരു ചുവ ഉണ്ടാവും. ഒരു വല്ലാത്ത ചുവയായിരിക്കും. ഗരം മസാലയുടെ ചുവ ഫ്രണ്ടിൽ നിൽക്കും. അപ്പോൾ നമുക്കതിൻ്റെ ടേസ്റ്റ് ഉണ്ടാകത്തില്ല. 1/4 സ്പൂൺ ഗരം മസാല ഇട്ടു. അത് കഴിഞ്ഞിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ ഇടുക. മഞ്ഞൾപ്പൊടിയും ഇച്ചിരി മഞ്ഞൾപ്പൊടിയാണ് ഇടുന്നത്. ഒരു 1/4 സ്പൂണിൻ്റെ പകുതിയാണ് മഞ്ഞൾപ്പൊടി ഇടുന്നത്. മഞ്ഞൾപ്പൊടി ഇട്ട് അതും ജസ്റ്റ് ഒന്ന് നമുക്ക് ചൂടാക്കാം. ഈ മല്ലിപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും നമുക്ക് ചൂടായതിന് ശേഷം
ഒരു മിക്സി ജാർ എടുത്തിട്ട് അതിൽ ആ എടുത്തു വച്ചേക്കുന്ന 5 കാഷ്യൂനട്ട് ഇടുക. ഇട്ടിട്ട് ഇതൊന്ന് തണുത്ത് വന്ന ഉടനെ നമ്മൾ വഴറ്റി വെച്ചേക്കുന്നുണ്ടല്ലോ ഓനിയൻ, തക്കാളി, ഇതെല്ലാം, ഇത് നമ്മൾ മിക്സി ജാറിൽ ഇട്ട് നമ്മൾ ഗ്രൈൻഡ് ചെയ്യാൻ പോവുക. നമ്മൾ 1 സ്പൂണ് ഓനിയൻ, വഴറ്റിയ ഓനിയനാണെങ്കിൽ നമുക്ക് പാനിൽ തന്നെ നമ്മൾ വച്ചേക്കണം. എന്നാന്ന് വെച്ചാൽ നമ്മൾ അരയ്ക്കുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് വരത്തില്ല. അതുകൊണ്ട് ഒരു 3/4 പാകത്തിനുള്ള ഓനിയനെല്ലാം നമ്മൾ അരച്ചിട്ട്, കാഷ്യൂനട്ടും ഇട്ട് അരച്ചിട്ട്, കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ അരച്ചിട്ട്, ഈ പാനിലിരിക്കുന്ന ഇത്രയും ഓനിയൻ നമ്മൾ അതിലിട്ടിട്ട് ഈ അരച്ച പേസ്റ്റ് നമ്മൾ പാനിൽ ഒഴിക്കുക. പാനിൽ ഒഴിച്ചിട്ട് അതിന് ആവശ്യമുള്ള കുറച്ച് വെള്ളം നമ്മൾ ഒഴിക്കുക. എല്ലാം നമ്മൾ അതിൽ ഒഴിച്ചിട്ട് ഇതിനാവശ്യത്തിന് കുറച്ച് നമുക്ക് വെള്ളം ആഡ് ചെയ്യുക. വെള്ളം ഒഴിച്ച് നമ്മളിത് തിളപ്പിക്കാൻ വയ്ക്കണം. ഇത് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കുറച്ചൊന്ന് തിളച്ച് വന്നതിന് ശേഷം ബാക്കി നമുക്ക് കുറച്ച് കുരുമുളക് ആഡ് ചെയ്യേണ്ടി ഉണ്ട്. കുറച്ച് നമുക്ക് കുരുമുളക് ആഡ് ചെയ്യണം. ഇതൊന്ന് തിളച്ച് വരുന്നതിന് ശേഷം, ഈ തിളച്ച് വരുന്ന തിള നമുക്ക് കാണാൻ പറ്റും. കാണുന്നുണ്ടല്ലോ, തിളച്ച് വരുന്നത് തിള കാണുന്നുണ്ടല്ലോ. ഇതിന് ശേഷം നമുക്ക് കുറച്ച് കുരുമുളക് നമുക്ക് ഇച്ചിരി ഒരു 1/4 സ്പൂൺ കുരുമുളക് ഞാൻ ഇടുന്നുള്ളൂ. കുരുമുളക് ഇട്ട് നമുക്ക് അതൊന്ന് ചേർത്ത് മിക്സ് ചെയ്ത് നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഈ തിളപ്പിച്ചതിൻ്റെ ഉള്ളിൽ പനീർ ആൾറെഡി നമുക്ക് ലൈറ്റായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് നമുക്ക് ആഡ് ചെയ്ത് അത് കലക്കി കൊടുക്കാം. മിക്സ് ചെയ്യാം. നമുക്ക് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് കുറച്ച് നേരം അടച്ച് വെച്ച് അതൊന്ന് തിളപ്പിക്കാം. അടച്ച് വെച്ച് ഒന്ന് തിളച്ച് അതൊന്ന് പനീറിലെല്ലാം പിടിച്ച് നമുക്ക് കുറുകി വന്നതിന് ശേഷം നമ്മളതിൽ കുറച്ച് മല്ലിയില നമ്മൾ ആഡ് ചെയ്യാൻ പോവുക. മല്ലിയില ആഡ് ചെയ്യുമ്പം അതിൻ്റെ ടേസ്റ്റും അതിൻ്റെ ചൊവയും എല്ലാം കൊണ്ട് നല്ലൊരു ടേസ്റ്റായിരിക്കും. പനീർ കറി നല്ലൊരു പനീർ കറിയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നിങ്ങൾ നോക്കണം. മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യണം. എന്നാന്ന് വെച്ചാൽ ഇത് നമുക്ക് എരിവിനനുസരിച്ചും എല്ലാം നല്ലൊരു ടേസ്റ്റാണ്. നമുക്ക് ഹോട്ടലിൽ കിട്ടുന്ന ഒരു പനീർ കറിയുടെ ടേസ്റ്റാണിത്. ഞാൻ ഹോട്ടലിലൊക്കെ പോയി കഴിക്കാൻ പോകുമ്പോൾ ഇതേ ടേസ്റ്റായിരിക്കും ഉണ്ടാകുന്ന പനീർ കറിയിൽ. ഇതിനേക്കാളും ഹോട്ടലിൽ നമ്മൾ കഴിക്കുന്നേക്കാളും ഇത് നല്ല ടേസ്റ്റുണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ. നല്ല ടേസ്റ്റായത്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ പറയണം. നിങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പറയണം, ട്രൈ ചെയ്ത് നോക്കിയിട്ട്. നമ്മളിപ്പം മല്ലിയില ഇടുന്നുണ്ട്. ലാസ്റ്റ് ഫൈനൽ സ്റ്റേജാണ്. നമ്മൾ മല്ലിയില ഇട്ട് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് അതൊന്ന് കടഞ്ഞു കൊടുത്തിട്ട് നമ്മൾ അടച്ചു വയ്ക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു പനീർ കറി നമുക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഈ പനീർ കറിയാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം, ചോറിൻ്റെ കൂടെ കഴിക്കാം. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോ. ഇതിൽ നമുക്ക് ഒരു കാഷ്യൂനട്ട് നമുക്ക് കാഷ്യൂനട്ട് ആഡ് ചെയ്തില്ലെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ ചിലവർക്ക് എല്ലാവർക്കും കാഷ്യൂനട്ട് മേടിക്കാൻ പറ്റത്തില്ല. അങ്ങനെ മേടിക്കാൻ പറ്റാത്തവർ നമുക്കാണെങ്കിൽ കാഷ്യൂനട്ട് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ പനീർ കറി ഇങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്ക്. നല്ല അടിപൊളി പനീർ കറിയാണ് റെഡി ആയിട്ടുള്ളത്. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഓക്കെ.